എനിക്കൊന്നും പറയാനില്ല, എൻ്റെ കൊച്ചിൻ്റെ അമ്മയല്ലേ, എന്ത് പറയാനാ, പാവം. സോ ഞാൻ പുള്ളിക്കാരത്തെക്കുറിച്ച് ഒരക്ഷരം മോശമായി പറയില്ല. കാരണം എന്താ നിങ്ങൾ തമ്മിലുള്ള ഞാൻ മോശക്കാരനായതുകൊണ്ടാണ്. പുള്ളിക്കാരത്തിക്ക് പറ്റിയ ഒരാളല്ല ഞാൻ, അതുകൊണ്ട് പുള്ളിക്കാരത്തി തന്നെ വേണ്ടെന്ന് വെച്ചിട്ട് പോയി. മോനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷം വരാറുണ്ട്, മോനെ കാണാൻ പറ്റാറില്ല. അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും വിഷമമാണ്. ഈ നിമിഷവും നമ്മുടെ ജാസ്മിനും ഗബ്രിയും നമ്മുടെ അല്ല, നിങ്ങളുടെ രണ്ടുപേരും പിരിഞ്ഞു പോയി. ഒരാള് നാട്ടില് വന്നു, ഇത് വന്ദന സിനിമയില് മറ്റേ ലാലേട്ടൻ ക്ലൈമാക്സിൽ പിരിഞ്ഞ സങ്കടമാണല്ലോ നിങ്ങൾക്ക് അവര് പിരിഞ്ഞ. എനിക്ക് ഗബ്രിയെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളവും ജാസ്മിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളവും എനിക്ക് ഇവര് തമ്മിൽ വിവാഹം കഴിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയും. ബിഗ് ബോസ് ഹൗസിൽ ഇനിയിപ്പം ഇഷ്ടമില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് റസ്മിന് ധൈര്യം ഉണ്ടെങ്കിൽ റസ്മിന്റെ അടുത്ത് വന്ന് നോമിനേഷൻ നിൽക്കാൻ പറയാം. അടുത്തത് നെക്സ്റ്റ് ഗബ്രിക്ക് ശേഷം ഏത് പണ്ടേ പോകേണ്ട ആളായിരുന്നു വീട്ടില്, രക്ഷപ്പെട്ട് അവിടെ കിടക്കുമല്ലേ. ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളത് നോറയാണ്. ഇതുപോലെ ഇറിറ്റേറ്റിംഗ് ഒരു നമ്മൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ നടക്കുമ്പോൾ ഒരു 5 നോറ ഇറക്കി വിട്ട സായി കൃഷ്ണ സ്വന്തം ഭാര്യ നീ ഇന്ന് തേങ്ങയാണ് അവിടെ നിന്ന് ചെയ്യുന്നത്. അപ്പൊ ആ ലെവലിലോട്ട് അവരെത്തി. ഇനി ഞാൻ വെളിയിറങ്ങിയിട്ട് കാറിൽ ഇരുന്നിട്ട് സിനിമ നിരൂപണമൊക്കെ നടന്നു ആലോചിച്ച് നോക്കും. ഇനി ഞാൻ കാലവരെ നിലത്തടിക്കുന്നു പറയാം, നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? ഈ എല്ലാ സാഹചര്യത്തിലും ഞാനുണ്ട്. അതായത് റസ്മിൻ വന്ന് പറയുമ്പോൾ ഞാൻ അടുത്തിരിപ്പുണ്ട്. അത് കഴിഞ്ഞ് ജാസ്മിൻ രാവിലെ തൊട്ട് ജിൻഡോ ചേട്ടൻ പറയുകയാണ്, കേട്ടോ കളവ ജിൻഡോ എന്നൊക്കെ പറഞ്ഞ് ശല്യം ചെയ്തപ്പോൾ ഞാൻ ജിൻഡോന്റെ അടുത്ത് പറഞ്ഞത്, ജിൻഡോ ഏട്ടാ നിങ്ങൾ റസ്മിനോട് പോയി പറ, സിബിൻ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെയായി. എന്നിട്ട് ഒരു അടിവരെ ഇട്ട് കൊടുത്തല്ലോ, വിളക്കാര് എന്നെ ശിക്ഷിക്കും. ബിഗ് ബോസ് സീസൺ ഉള്ളിലേക്ക് കടക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മുടെ ജാസ്മിനും ഗബ്രിയും അവര് തന്നെ നിങ്ങളുടെ ജാസ്മിനും ഗബ്രിയും ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളിലൊക്കെയാണ്. രണ്ടുപേരും പിരിഞ്ഞു പോയി, ഒരാള് നാട്ടില് വന്നു, ഒരാള് ഇത് വന്ദന സിനിമയില് മറ്റേ ലാലേട്ടൻ ക്ലൈമാക്സിൽ പിരിഞ്ഞ സങ്കടമാണല്ലോ നിങ്ങൾക്ക് അവര് ഭയങ്കര വിഷമായി. ഇപ്പൊ എന്ത് ചെയ്യാനാ, ആ കുരുവികൾ പിരിഞ്ഞു പോയപ്പോ എന്ത് വിഷമായി എന്നറിയാവോ? അപ്പൊ ഗബ്രി പക്ഷെ കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയപ്പം പറഞ്ഞു, ഞങ്ങള് ഫ്യൂച്ചർ ചിലപ്പോ ഞങ്ങള് രണ്ടുപേരും കൂടി സംസാരിച്ചിരുന്ന് തീരുമാനിക്കുന്ന. അപ്പം ഇവര് വിവാഹമൊക്കെ കഴിച്ചേക്കാവോ? സാധ്യതയുണ്ടോ? എനിക്കറിയില്ല, അത് പേഴ്സണൽ ലൈഫ് അല്ലേ. അല്ല, നിങ്ങൾ അവിടെ കുറച്ച് നാൾ നിങ്ങൾ ഒരുമിച്ചൊക്കെ ജീവിച്ചവരല്ലേ? അവിടെ എനിക്ക് ഗബ്രിയെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളവും ജാസ്മിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളവും എനിക്ക് ഇവര് തമ്മിൽ വിവാഹം കഴിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയില്ല, നടക്കില്ല. ഇനി ഉണ്ടാവാനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞു തരാം. എന്റെ ഒരു ഒബ്സർവേഷൻ ആണ്, തെറ്റാം. നമ്മള് 100 ദിവസവും നമ്മളൊരു കാര്യം ഗബ്രി എന്ന് പറയാം, ജാസ്മിൻ അങ്ങനെ ഒരു ഭയങ്കരമായി നമ്മൾ ആ ഒരു സാധനത്തിൽ നിന്ന് നിൽക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇതൊക്കെ നാട്ടുകാർ കണ്ടു. അപ്പൊ പലരും പല പ്രാവശ്യമായി ചോദിച്ചു, നിങ്ങൾ പറ്റിക്കുന്നില്ലേ, ഇത് ഫേക്ക് അല്ലേ, ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അല്ല സത്യമാണ്, ഞങ്ങൾ ആത്മബന്ധവും പരമാത്മാവുമാണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വെളി വരുമ്പോൾ ഈ പുറത്തെന്താണെന്നുള്ള, ഇപ്പൊ ഗബ്രിക്ക് പിന്നെ രക്ഷപ്പെട്ടു പോവാം, ജാസ്മിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പുറത്ത് വരുമ്പോൾ ഉള്ള ഒരു ക്രൗഡിന്റെ ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ, ഓഡിയൻസ് പ്രഷർ. നിങ്ങൾ 100 ദിവസം ഇതിനകത്ത് ഭയങ്കര ഇതായിട്ട് ഇനി നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളൊരു പ്രഷർ സഹിക്കാൻ വയ്യാതെ ചിലപ്പോൾ അവരിരുന്ന് സംസാരിച്ച് ചിലപ്പോൾ അവരൊരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് വിവാഹം കഴിച്ചേക്കാം എന്നല്ലാതെ ഉറപ്പായിട്ട് അങ്ങനെ ഇല്ല. ഉറപ്പായിട്ട് അങ്ങനെ നടക്കില്ല. നടക്കാൻ സാധ്യത ഉള്ളത് ഇതാണ്, ഏത് പുറത്തു വരുമ്പോൾ ഒരു ക്രൗഡിന് ഞങ്ങൾ ഇത്രയും ലക്ഷക്കണക്കിന് മലയാളികളെ അല്ലെങ്കിൽ ബിഗ് ബോസ് പ്രേക്ഷകരെ പറ്റിച്ചു എന്നൊരു ബാധ്യതയും കൊണ്ട് ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ചിലപ്പോൾ കല്യാണം കഴിച്ചേക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊരു മണ്ടത്തരാണെന്ന് ഞാൻ പറയട്ടോ. അത് മണ്ടത്തരമായിരിക്കും, അത് ഫേസ് ചെയ്യണം. അല്ലാതെ അവര് കെട്ടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. പക്ഷെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ട് ഇനി പുറത്തേക്ക് വരുമ്പോ ജാസ്മിനെ എങ്ങനെയായിരിക്കും പ്രേക്ഷകർ അല്ലെങ്കിൽ പോട്ടെ നാട്ടുകാർ ട്രീറ്റ് ചെയ്യാന്നായിരിക്കും കരുതുക? എനിക്കതിന് എന്താ പറയാ, എനിക്ക് ജാസ്മിൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് ജാസ്മിൻ പോവുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ആ സമയത്ത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും, ഉറപ്പായിട്ടും. ഞാൻ മറ്റു പക്ഷത്ത് നിൽക്കില്ല, ഞാൻ ജാസ്മിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ എന്റെ മത്സരാർത്ഥി ആയിരുന്നു. പിന്നെ മാത്രമല്ല ഞങ്ങളൊരു വീട്ടിൽ താമസിച്ചതും പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതും ആ ഒരു ബന്ധം ഉണ്ട്.
എന്നെ അവള് കാക്കാന്ന് വിളിച്ച് പറപ്പിച്ച് വിട്ടെങ്കിലും ആ ഒരു കാക്ക വിളിയാണെങ്കിൽ ഞാനൊരു അങ്ങനെ ജാസ്മിനെ വിളിച്ച ഒരു ബന്ധത്തിന്റെ പേരിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ജാസ്മിൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഞാൻ ജാസ്മിന്റെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഉറപ്പായിട്ടും ജാസ്മിനെ കുറ്റപ്പെടുത്തുന്നവരുടെ കൂടെ ഞാൻ നിൽക്കില്ല. ഡെഫിനറ്റ്ലി ഇല്ല. അപ്പൊ എന്തായാലും ആ കാക്കയായിട്ട് തന്നെ, ജാസ്മിന്റെ കാക്കയായിട്ട് തന്നെ എന്തായാലും ഉണ്ടാവും. ഓക്കെ പോട്ടെ. ഓക്കെ, ഇപ്പം ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നതെങ്കിലും കഴിഞ്ഞ ദിവസം ഗബ്രി എവിക്റ്റ് ആയ സമയത്ത് ജാസ്മിൻ ആയിരുന്നു ഗബ്രിക്കൊപ്പം ഉണ്ടായിരുന്നത്. ഇവൻ മേ ബി ജാസ്മിൻ അല്ല വേറെ ആരെങ്കിലും ആയിരുന്നു എങ്കിൽ ഗബ്രി വീണ്ടും ഹൗസിനുള്ളിലേക്ക് എൻ്റർ ആകും എന്ന് കരുതുന്നുണ്ടോ ചേട്ടൻ? ഇല്ല, ഗബ്രിക്ക് നമ്മുടെ ഈ വോട്ടിംഗ് പരിപാടിയൊക്കെ ഭയങ്കര സുതാര്യതയുള്ള കാര്യം കേട്ടോ. ഗബ്രിക്കായിരുന്നു ഏറ്റവും വോട്ട് കുറവ്, അതുകൊണ്ട് ഗബ്രി പുറത്തായി. ജാസ്മിന് വോട്ടുണ്ട്, അതുകൊണ്ട് ജാസ്മിൻ പുറത്താവില്ല. നേരെ മറിച്ച് ഗബ്രി, ജാസ്മിനും അർജുനും അപ്സരയുമാണ് വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഗബ്രി ഇല്ലാതെ അർജുനും ജാസ്മിനും അപ്സരയൊക്കെ ആയിരുന്നു വന്നിരുന്നെങ്കിൽ ജിൻഡോ ചേട്ടനോ ചിലപ്പം ജാസ്മിൻ ഔട്ടാവും. അത് ആരൊക്കെ വരുന്നുള്ളതാണ്. നമ്മൾ വോട്ട് കുറവെന്നല്ല, ആരുടെ കൂടെയാണ് നമ്മൾ നോമിനേഷനിൽ വരുന്നത്, അതാണ് മാറ്റർ ചെയ്യുന്നത്. വോട്ടൊക്കെ ഭയങ്കര ജെന്യൂൻ പരിപാടിയാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 6 പേർക്ക് ഇമെയിൽ എന്തോ വരും. എന്റെ മോൾ ടീമിനാണെങ്കിലും ഏഷ്യാനെറ്റ് ടീമിനാണ് 6 പേർക്ക് എല്ലാ നോമിനേഷൻ കഴിഞ്ഞിട്ട് എല്ലാ വോട്ടിംഗ് റിസൾട്ടും ഇമെയിൽ 6 പേർക്കാണ് പോകണം. അപ്പൊ അതിൽ ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് വേണമെങ്കിൽ നോമിനേഷൻ ഇന്ന് എലിമിനേഷൻ ഇല്ല എന്നോ എവിക്ഷൻ ഇല്ല എന്നോ തീരുമാനിക്കാം. അതല്ലാതെ അവർക്ക് ബാക്കി അതിലത്തെ പരിപാടിയാണ്. അപ്പൊ ഏറ്റവും വോട്ട് കുറവ് ഗബ്രിയാണ്, അതുകൊണ്ടാണ് ഗബ്രി പുറത്തു വന്നത്. ഗബ്രി ഞാൻ ചെറുക്കന് വല്ല കാര്യം ഉണ്ടായിരുന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഈ പവർ ടീമിൽ നിന്നും പുറത്തേക്ക് വന്ന് ജനങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ ജനങ്ങളുടെ ആ ഒരു സ്വീകാര്യത എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ഗബ്രി പവർ ടീമിൽ നിന്ന് പുറത്തേക്ക് വന്നതെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും മോശമായിട്ടുള്ള ഒരു തീരുമാനം. ഇതല്ലേ ഞാൻ ഗബ്രി എടുത്ത് ഓർമ്മയുണ്ടോ? ഞാൻ പവർ റൂമിലായിരുന്ന സമയത്ത് ഞങ്ങൾ ഇപ്പൊ എന്താ പറയാ നെക്സ്റ്റ് ടീമിനെ സെലക്ട് ചെയ്തായിരുന്നു ഞങ്ങളുടെ കോമ്പറ്റീഷൻ ആയിട്ട്. നിങ്ങൾക്ക് ആരെ തെരഞ്ഞെടുക്കാന്ന് ബിഗ് ബോസ് പറഞ്ഞു. അപ്പൊ അതിൽ ഞങ്ങൾ പറഞ്ഞൊരു റീസൺ ഇതാണ്, ഞങ്ങള് ഡെൻ റൂമിനെ തെരഞ്ഞെടുക്കാത്തതിന്റെ കാരണം ഡെൻ റൂമിൽ ഉൾപ്പെടുന്ന ഗബ്രി നോമിനേഷനിൽ ഇതുവരെ വന്നിട്ടില്ല. അദ്ദേഹം നോമിനേഷനിൽ വന്ന് ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയണം, ജനങ്ങളുടെ വിധിയിൽ അദ്ദേഹം പങ്കെടുക്കണം. ഇതുവരെ അദ്ദേഹം വന്നിട്ടില്ല മര്യാദയ്ക്ക് ഒരു പ്രാവശ്യം. അപ്പൊ വരണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഡെന്നിനെ സെലക്ട് ചെയ്യാത്തെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യം തന്നെ ഇപ്പൊ നടന്നത്. അത് ഞാൻ 2 ആഴ്ച മുന്നേ പറഞ്ഞ കാര്യമാണ് ഇപ്പൊ ഇവിടെ നടന്നത്. അവൻ അന്ന് പുറത്തു വന്നില്ല. അവൻ അന്ന് എന്താണ് ഞാൻ എന്നെ പുറത്താക്കി. അവൻ എനിക്ക് പകരം ഒരാൾക്ക് അവസരം ഉണ്ടായിരുന്നു. അത് ഗബ്രി ആയി. അത് ഗബ്രി ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സുതാര്യത ഇല്ലാത്തൊരു ടാസ്ക് കൊടുത്തിട്ട് ഗബ്രിയെ വിന്നറാക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചുറപ്പിച്ച് ഗബ്രി എടുത്തിട്ട് പവർ റൂമിലിട്ടു. വീണ്ടും 2 ആഴ്ച അവനെ സേവ് ആക്കിയിട്ട് ഒന്ന് പുറത്തിറങ്ങി വന്ന് നോക്കിയപ്പോ പിന്നെ വോട്ട് കുറവാകുമ്പോ വെളിയിൽ വന്നു. ഇത് 2 ആഴ്ച മുന്നേ ആയിരുന്നെങ്കിൽ അവൻ ചിലപ്പോ വെളിയിൽ വന്നേനെ. ചേട്ടന് മുന്നേ അവിടെ കണ്ടേനെ, വെളിയിൽ കണ്ടേനെ ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ജിൻഡോ ചേട്ടനും ചേട്ടനും തമ്മിലുള്ള ആ ഒരു ബോണ്ട് അതെങ്ങനെയാ സെറ്റ് ആയത്? അത് ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ പ്ലാൻ ചെയ്ത് ഞാൻ ജിൻഡോ ചേട്ടനാണ് ഫസ്റ്റ് തുടക്കുന്നത്. വീട്ടിൽ കയറി അന്ന് തന്നെ ജിൻഡോ ചേട്ടനോട് തുടക്കും. പിന്നെ ഗ്രാജുവലി നമ്മൾ തമ്മിൽ സെറ്റ് ആയതാണ്, നമ്മുടെ വൈബ് സെറ്റ് ആകുന്നതാണ്. വൈബ് എന്ന് വെച്ചാൽ എനിക്ക് ജിൻഡോ ചേട്ടനെ പോലുള്ള സുഹൃത്തുക്കൾ പുറത്തുണ്ട്. പ്രായത്തിന് മൂത്ത തമാശയൊക്കെ പറയുന്ന ഞങ്ങളെ ഫൺ എലമെന്റ് വർക്കാവും ഞങ്ങൾ തമ്മിൽ. പിന്നെ ജിൻഡോ ചേട്ടൻ ചില കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണെന്നും ജിൻഡോ ചേട്ടനെ ഞാൻ നോക്കുന്നത് എന്തിനാണെന്നും ജിൻഡോ ചേട്ടന് മനസ്സിലാവും, എനിക്ക് മനസ്സിലാവും. ആ കണക്ഷൻ താനെ ഡെവലപ്പ് ആയതാണ്. അത് നമ്മൾ വേണമെന്ന് ചെയ്തതല്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനും പൂജയും തമ്മിൽ ഇത്ര കമ്പനി ആകും. പക്ഷെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതുപോലെയാണ് ജിൻഡോ ചേട്ടൻ നമ്മളങ്ങ് കമ്പനിയായി പോയതാ. ഓക്കെ, ജിൻഡോ ചേട്ടൻ ഇപ്പം ഇനി ബിഗ് ബോസ് മലയാളം സീസൺ 6 ടൈറ്റിൽ വിന്നർ ആയിട്ട് ജിൻഡോ ചേട്ടൻ മാറും എന്നൊക്കെയാണ് ഇപ്പം പുറത്ത് പ്രേക്ഷകരൊക്കെ പറയുന്നത്. ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ? ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആക്കില്ല. ഓക്കെ, പിന്നെ വേറെ ആരാകാനാണ് സാധ്യത? ഇനി ആരും ആവാം. ആർക്കും വേണം ആവാം. വേണമെങ്കിൽ റാണിയും ആകാം അല്ലെ? അർജുനാകാം. റാണി അവര് ആക്കൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. റാണിയുടെ സാധ്യതകളൊക്കെ മങ്ങി. ഞാൻ പറയട്ടെ, എന്റെ എലിമിനേഷനോട് കൂടി, അല്ലെങ്കിൽ എലിമിനേഷൻ എന്ന് പറയലോട്ടെ, ഞാൻ ഷോയിൽ നിന്ന് മാറിയതിനു ശേഷം പുറത്തേക്ക് വന്നതിന് ശേഷം ഒത്തിരി കാര്യങ്ങൾ നടന്നു. അങ്ങനെ ആ ഒത്തിരി കാര്യങ്ങളുടെ ഫലമായി ചിലപ്പോ റാണി ചിലപ്പോ വിന്നർ ആയെന്ന് വരില്ല. ആവാം, പക്ഷെ ആവാതിരിക്കുന്നതാണ് പലർക്കും നല്ലത്.
അതാണ് നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു ക്രെഡിബിലിറ്റി മൊത്തത്തിൽ പോകാനുള്ള ചാൻസ്. പിന്നെ അല്ലാണ്ട് എന്ത് മാങ്ങാത്തൊലി കാണിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ബിഗ് ബോസ് ആണോ നടക്കുന്നത് അതോ അവിടെ TV സീരിയലാണോ നടക്കുന്നത്? ഞാൻ ഇന്ന് വരുന്നതിന് മുന്നേ ഞാൻ ചുമ്മാ ലൈവ് കണ്ടപ്പം ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് എന്റെ ദൈവമേ. ഇല്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഗബ്രി ഈ ആഴ്ച വന്നില്ലെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച ഇറങ്ങും. ഞാൻ നോക്കിയിരുന്നേ വേണോട്ട് ഇപ്പൊ വരും. 100 ദിവസം അവിടെ നിന്നിട്ട് വരത്തുള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പം വരാം കേട്ടോ. ഞാൻ പറഞ്ഞു ചാൻസ് ചിലപ്പോ വരാം, പറയാൻ പറ്റില്ല. ആത്മാർത്ഥ പ്രേമാണെങ്കിൽ ഇറങ്ങി വരും. വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ഇറക്കി വിടുന്നില്ല അവര്. ഓക്കെ, ഇപ്പം ബിഗ് ബോസ് മലയാളം സീസൺ 6 ഫിനാലേക്ക് ചേട്ടനെ വിളിച്ചാ പോകുമോ? ഉറപ്പായിട്ടും പോകും. ഞാൻ പറഞ്ഞല്ലോ, എന്റെ കമ്മിറ്റ്മെന്റ് ഏഷ്യാനെറ്റിനോടാണ്. എനിക്ക് ഭയങ്കര കമ്മിറ്റ്മെന്റ് ആണ് ഏഷ്യാനെറ്റ്. എന്നെ വിളിച്ചത് ഏഷ്യാനെറ്റാണ് ഷോയിലേക്ക്. എന്നെ അകത്തേക്ക് ഇടണമെന്ന് പറഞ്ഞതും ഏഷ്യാനെറ്റാണ്. അതുകൊണ്ട് ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ വിളിച്ചപ്പോ. കാരണം ചേട്ടന്റെ ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കും ഏഷ്യാനെറ്റിനെതിരെയാണ് എല്ലാവരും, പുറത്തുള്ള ആരാധകരാണെങ്കിൽ ഏഷ്യാനെറ്റിനെതിരെയും മോഹൻലാൽ സാറിനെതിരെയുമാണ് എല്ലാവരും ഈ എന്താ പറയാ കുറ്റങ്ങൾ പറയാനായിട്ട് തുടങ്ങിയത്. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ടീം ഉണ്ട് എന്നുള്ള കാര്യം അവരാണ്. സാധാരണ ജനങ്ങൾക്ക് ഇത് അറിയില്ലാത്താണ് പ്രശ്നം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്ന ചാനൽ ഏഷ്യാനെറ്റ് ആണ്. ഏഷ്യാനെറ്റ് അല്ല, ഇത് എന്റമോൾ ഷൈൻ എന്ന് പറയുന്ന ഒരു എക്സ്ക്ലൂസീവ് പ്രൊഡക്ഷൻ ഹൗസ് ആണ്. അവരാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അവരുടെ തീരുമാനങ്ങളിൽ ഇപ്പം ഞാൻ പറയാം, വീക്കെൻഡ് എപ്പിസോഡ് എന്തൊക്കെ ചെയ്യും എന്നുള്ള ഒരു പരിപാടി മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് അവരൊരു 10 കാര്യങ്ങൾ കൊണ്ടുവരും. ആ 10ൽ 6 തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഇത് വേണം എന്ന് പറയാനുള്ള ഇതാണ് ഏഷ്യാനെറ്റ് ടീമിനുള്ളത്. ബാക്കി പരിപാടികൾ മൊത്തം ചെയ്യുന്നവരാണ്. അവരുടെ ടീമാണ് ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുന്നത്. പക്ഷെ ഈ പ്രൊഡക്ഷൻ ടീം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് അവരുടെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കുമ്പോഴത്തേക്കും ഈ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സാധനം പോകുന്നത് ഏഷ്യാനെറ്റിന്റേതാണ്. എന്നാൽ നേരെ മറിച്ച് ഏഷ്യാനെറ്റിന്റെ മാത്രമല്ല പോകുന്നത്, വെന്നമോൾ ഷൈനാണ് കുറച്ചുകൂടെ വലിയ നഷ്ടമുള്ളത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടേതാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് അവരുടെ ഷോയാണ്. അവര് ഏഷ്യാനെറ്റിന് വിൽക്കുന്നതാണ്. ഒരു പ്രത്യേക എമൗണ്ടിന് ഏഷ്യാനെറ്റിന് അവർ ആ ഷോ വിറ്റിരിക്കുകയാണ് ഓരോ സീസണായിട്ട്. അപ്പൊ അതുപോലെ അവര് മറ്റ് തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും ഒക്കെ വെക്കുന്നുണ്ട്. അപ്പൊ ക്രെഡിബിലിറ്റി സൗത്തിൽ പോയി കഴിഞ്ഞാൽ അവർ എല്ലായിടത്തും പോകും. ഇത് എത്രത്തോരം ഒച്ചത്തിൽ കേൾക്കുമെന്നുള്ളതാണ്, എവിടം വരെ ഇത് ഈ വോയിസ് എത്തും, ഈ ക്രെഡിബിലിറ്റിയുടെ കാര്യം എവിടം വരെ എത്തും എന്നുള്ളതാണ് കാര്യം. അപ്പൊ ശരിക്കും പേടിക്കേണ്ടത് എന്റമോൾ ടീമാണ്. അല്ലാതെ ഏഷ്യാനെറ്റ് എന്ത് പേടി? ഏഷ്യാനെറ്റ് 10 സീരിയൽ എടുത്തടിക്കും ഈ ബഡ്ജറ്റിൽ. സുഖമായിട്ട് നാട്ടുകാർ കാണും. നമ്പർ 1 ചാനലിൽ എത്ര വർഷമായിട്ട് നിൽക്കുന്നെന്ന് പറഞ്ഞാൽ ചുമ്മാ വെറുതെ ചെറിയ കാര്യമൊന്നുമല്ല. അവർ ഈ പറഞ്ഞ 50 കോടി 60 കോടി കൊടുത്താണ് ഈ ഷോ മേടിക്കുന്നതെങ്കിൽ 50 കോടിയുടെ സ്ഥാനത്ത് 50 ലക്ഷം രൂപയ്ക്ക് അവർ 5 സീരിയൽ അടിക്കും. സുഖമായിട്ട് ഓടും ഏഷ്യാനെറ്റിൽ. ബിഗ് ബോസ് ഒന്നും വേണ്ട ഏഷ്യാനെറ്റിൽ ജീവിക്കാൻ. ഫോർ ഷുവർ ദേ ഡോണ്ട് നീഡ് ബിഗ് ബോസ്. ഓക്കെ, ഇപ്പം ബിഗ് ബോസിന് ഉള്ളിൽ തന്നെയാണെങ്കിലും നമ്മുടെ അർജുൻ ശ്രീതു ആ ഒരു ലവ് കോംബോ ഇപ്പം ജബ്രി പോയതോട് കൂടിയിട്ട് ഇനി എന്തായാലും ഇവർ രണ്ടുപേരും കൂടിയേ ഉള്ളൂ ഇനി ഓപ്ഷൻ എല്ലാവർക്കും, പ്രേക്ഷകർക്കാണെങ്കിലും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടന് തോന്നുന്നുണ്ട് അവർ തമ്മിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്? കാരണം കഴിഞ്ഞ ദിവസം പൂജ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, ആ വീടിനകത്തുള്ളവർക്ക് ഇവർ തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് തോന്നിയിട്ടില്ലെന്ന്. ഇല്ല, എനിക്ക് അത് തന്നെയാണ്. ഞാൻ അവിടെ ഉള്ളത് വരെ എനിക്ക് ഇവർ തമ്മിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഒന്നുമില്ല. അവൻ മിണ്ടൊന്നുമില്ലെന്നേ. അവൻ അവളുടെ മുഖത്ത് എങ്ങനെ നമ്മള് പ്രേമിക്കും? പ്രേമം തോന്നി വർത്താനൊക്കെ പറയണ്ടേ? അല്ല, ശ്രീതു തന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ടൊന്നും കിട്ടണില്ല. ശ്രീതു ഭയങ്കര സൂപ്പറാണ്. നമുക്ക് അറിയാൻ പറ്റില്ല, ശ്രീതു നിഗൂഢതയുടെ കുമ്പാരമാണ്. നമുക്കത് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. ചിലപ്പോൾ അത് പുറത്തു വരും. ചിലപ്പോൾ ശ്രീതു ഭയങ്കര സ്മാർട്ട് ആണെങ്കിൽ ശ്രീതു അതോടുകൂടി അങ്ങനെ മനസ്സിൽ വെച്ചാൽ ശ്രീതു ഷോ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി വരും. ശ്രീതുവിന്റെ ഒരു കാര്യം, ശ്രീതു ഭയങ്കര ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ട് നിൽക്കുകയാണ് എന്നാണ് പുറത്ത് പറയപ്പെടുന്നത്. അങ്ങനെ നിൽക്കേണ്ട, സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് മലയാളത്തിൽ അങ്ങനെ നിൽക്കേണ്ട ഒരു ഗെയിമർ ആണോ സത്യം പറഞ്ഞാൽ ശ്രീതു? ഞാൻ പറയാതെ ശ്രീതുവിന് ടാലന്റ് ഉണ്ട്. ശ്രീതു ഇപ്പം ക്യാപ്റ്റൻസി ടാസ്ക് പെർഫോം ചെയ്തിട്ടുണ്ട്, ഭയങ്കര അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത്. ശ്രീതുവിന് ടാലന്റ് ഉണ്ട്. ശ്രീതു അത്യാവശ്യം ക്യാപ്റ്റൻസി ഒക്കെ സമയത്ത് ഞാൻ നിസ്സഹകരണമൊക്കെ പറഞ്ഞ ശ്രീതു ആയിരുന്നു ക്യാപ്റ്റൻ. അപ്പം അവള് നന്നായിട്ട് അത് മാനേജ് ചെയ്തു എന്ന് എനിക്ക് പറയാനുള്ളൂ. നന്നായി അവള് മാനേജ് ചെയ്തു. സോ ടാലന്റ് ഉള്ളതാണ്. ക്യൂട്ട്നെസിന്റെ അപ്പുറത്തേക്ക് ശ്രീതുവിന് ഒത്തിരി കഴിവുകളുണ്ട്. അത് ശ്രീതു വെളിയിൽ കാണിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അത് ഇപ്പൊ ഇനിയിപ്പോ എങ്ങനെ പറയും?
ഇത് പുറത്തൊക്കെ വരും, ശ്രീതു അതൊക്കെ ചെയ്യും. ശ്രീതു ലോക്കായി പോവാതിരുന്നത് ഈ ട്രാക്കിൽ, ഈ സോ കോൾഡ് ട്രാക്കിൽ ലോക്കായി പോവാതെ വെളിയിൽ വന്ന് അടിപൊളിയായിട്ട് ഗെയിം കളിക്കാൻ പറ്റും ശ്രീതു. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് റസ്മിൻ ശ്രീതുവിനോട് ഒരു ക്രഷ് തോന്നിയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഒരു അറ്റംപ്റ്റ് ഒക്കെ നടത്തിയായിരുന്നല്ലോ. ആണല്ലോ, ഞാൻ അറിഞ്ഞു, കണ്ടില്ല. അവിടെ വെച്ചിട്ട് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല, നടന്നിട്ടില്ല. റസ്മിന് ഇപ്പം നമുക്ക് റസ്മിന്റെ സെക്ഷൽ ഓറിയന്റേഷൻ എന്താണെന്ന് എനിക്ക് അറിയില്ല. ബട്ട് റസ്മിൻ എല്ലായിടത്തും ഉണ്ടെന്നേ. റസ്മിൻ എല്ലാവരുടെയും കൂടെ ഉള്ള ഒരാളാണ്. നമുക്ക് റസ്മിൻ ആരോട് എപ്പോഴും എന്ത് വേണം തോന്നാൻ എനിക്കറിയില്ല. ഓക്കെ, ഫൈൻ. ഓക്കെ, റസ്മിൻ കഴിഞ്ഞ ഇടയ്ക്കാണെങ്കിലും, കഴിഞ്ഞ ഇടയ്ക്കല്ല, പുള്ളിക്കാരത്തേക്ക് ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഭയങ്കര ഒരു ചേഞ്ച് ആണ് പുള്ളിക്കാരത്തിന്റെ. ഗെയിമിലാണെങ്കിലും ക്യാരക്ടറിലാണെങ്കിലും ബിഹേവിയറിലാണെങ്കിലും എല്ലാത്തിലും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, പുറത്തു പോയി കളിയൊക്കെ കണ്ട് കളിയൊക്കെ പഠിച്ചിട്ട് തിരിച്ച് കയറി വന്നു, അതിനുശേഷം നന്മവരം കളിയാണ് എന്നുള്ള ഒരു സംഭവമാണ് ഇപ്പൊ റസ്മിനെ പറ്റിയിട്ട് കൂടുതലായിട്ടും കേൾക്കുന്നത്. ചേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ മനസ്സിലാക്കുന്നില്ല. ഞാനൊക്കെ ഭയങ്കര ലോക്ക്ഡ് ആയിരുന്നു. എനിക്ക് ഞാൻ അവസാനം ജനൽ തുറക്കുമ്പം നമ്മൾ കാണുന്നത് ഒരു വലിയ ഒഴിഞ്ഞ കാട് പോലത്തെ ഒരു സ്ഥലമാണ്. ഞാൻ അവിടെ തുറന്ന് കൂവിയിട്ടൊക്കെയുണ്ട്, ചുമ്മാ തമാശക്ക് തുറന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് ഉറക്കെ വിളിക്കും. ഞാൻ ആ ഒരു പശുവിനെയൊക്കെ ഇവിടെ കാണും, വേറെ ഒന്നുമില്ല. കാരണം താങ്കൾ വില്ലനായിരുന്നു, അതും കൂടെ നോക്കണം. അല്ല, രശ്മി പിന്നെ ഹോസ്പിറ്റലിലായിരുന്നതുകൊണ്ട് ചിലപ്പോൾ അവിടെ സഹവാസം ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ എന്നാലും ഗെയിം മനസ്സിലാക്കാനുള്ള ഒരു പരിപാടി ഇവിടെ നടക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ റസ്മിന് ധൈര്യം ഉണ്ടെങ്കിൽ റസ്മിന്റെ അടുത്ത് വന്ന് നോമിനേഷൻ ഇരിക്കാൻ പറ. ശേഷം ധൈര്യം ഉണ്ടെങ്കിൽ വരാൻ പറ. വന്ന കുറച്ച് എപ്പോഴും ഏത് പണ്ടേ പോകേണ്ട ആളായിരുന്നു വീട്ടില്. രക്ഷപ്പെട്ട് അവിടെ കിടക്കുമല്ലേ. വാട്ട് ഇസ് ഹർ കോൺട്രിബ്യൂഷൻ ടു ദി ഷോ? എന്റെ ചോദ്യം അതാണ്. എന്താണ് പുള്ളിക്കാരത്തിന്റെ കോൺട്രിബ്യൂഷൻ ഷോയില്? അവിടെ നടക്കുന്ന കാര്യം ഇയാളുടെ അടുത്ത് എന്ന് പറയും, ഇവിടെ നടക്കുന്ന കാര്യം അവിടെ നിന്ന് പറയുന്ന അല്ലാതെ ഓഡിയൻസിലേക്ക് എന്താ കൊടുക്കുന്നത്? നത്തിങ്, ഒന്നുമില്ല. ആദ്യമേ ഔട്ടായി പോകേണ്ട ആളായിരുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മുടെ സിജോ വന്നിട്ടുണ്ടായിരുന്നു, റീ എൻട്രി. സിജോടെ ഭയങ്കര മാസായിട്ടായിരുന്നു പുള്ളിക്കാരന്റെ റീ എൻട്രി ഒക്കെ. പക്ഷേ എങ്കിൽ ഇപ്പം നനഞ്ഞ പടക്കമാണെന്നൊക്കെ ഉള്ള രീതിയിലാണ് ചർച്ചകളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. സൈക്കോളജിക്കൽ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരനെ ഇവിടെ മുഖത്താണല്ലോ പ്രശ്നം, വായിക്കാത്താണല്ലോ പ്രശ്നം. അപ്പൊ പ്ലേറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട്, വർത്താനം പറയാൻ പാടില്ല. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് സംസാരം കുറയ്ക്കണം എന്ന്, സ്ക്രീം ചെയ്യാൻ പാടില്ല എന്നൊക്കെ. അപ്പം അങ്ങനെ കുറെ നാള് നമ്മൾ റെസ്റ്റ് എടുത്തിരിക്കുമ്പം സംസാരിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് വർത്താനം പറയേണ്ട സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ആയി പോയല്ലോ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, നമ്മൾ കൈ ഒടിഞ്ഞ ആൾ കുറെ നാൾ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഈ സാധനം മാറ്റിയാൽ നമ്മുടെ കൈ കുറച്ചു നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് പോകും. അതൊരു ശീലമായി. അപ്പൊ അദ്ദേഹത്തിന് സംസാരിക്കാതിരിക്കാൻ എന്നുള്ളതൊരു ശീലമായി. ആ വ്യത്യാസമാണ് ഇപ്പൊ അവിടെ കാണുന്നത്. ഇപ്പൊ ഇന്നലെ ഐസൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് നോക്കിയപ്പം ഞാൻ പറഞ്ഞു ഇറങ്ങിയപ്പോ ലൈവ് കണ്ടു, സാബുണ്ണം കയറിയത് കണ്ടിട്ട് ഞാൻ. അപ്പൊ പുള്ളി ഇങ്ങനെ ഐസൊക്കെ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ. അപ്പൊ പുള്ളിക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അണഞ്ഞു പോയതാ. കേറണ്ടായിരുന്നു. ഇനി കേറുവോ? ആരോ? സിജോ ഇനി കേറുവോ? ഒരു പ്രതീക്ഷ എനിക്കില്ല, പ്രതീക്ഷയില്ല. എന്ത് ചെയ്യാനാ, അവിടെ ഒന്നും ചെയ്യാനില്ലെന്നേ. എന്തവസ്ഥയല്ലേ. സാബുചേട്ടായിരുന്നു ഉറങ്ങുന്നുണ്ട് ഞാൻ. ഓക്കെ, നമ്മുടെ ശ്രീരേഖ ചേച്ചി നമുക്ക് തന്നെ അറിയാം, ആ ഒരു പവർ ടീമിലേക്ക് കയറിയില്ലായിരുന്നെങ്കിൽ പുള്ളിക്കാരത്തി ഔട്ടായി പോവേണ്ടതായിരുന്നു എന്ന്. പക്ഷെ ശ്രീരേഖ ചേച്ചി അവിടെ അങ്ങനെ തന്നെ നിൽക്കേണ്ട ഒരാളായിട്ട് തോന്നുന്നുണ്ടോ? കാരണം പുള്ളിക്കാരത്തി അന്ന് നിങ്ങളുടെ ആക്ട് നല്ലതായിരുന്നു കേട്ടോ, അതിനെ പറ്റിയിട്ട് എടുത്തു പറയണം, അത് വേറൊരു പോയിന്റ്. ഓക്കെ, അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ പുള്ളിക്കാരത്തി കൊടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ശ്രീരേഖ ചേച്ചിക്ക് ഷോ മാറിപ്പോയി. ശ്രീരേഖ ചേച്ചി ബിഗ് ബോസിന് നേരെ വല്ല ആക്ടിങ് റിയാലിറ്റി ഷോയിലൊക്കെ പോയി. അതിന്റെ ആവശ്യമില്ലെന്ന്. ഇവിടെ സ്റ്റേറ്റ് അവാർഡ് വിന്നർ ഒക്കെ അല്ലേ. ചിലപ്പം ഫേമസ് ആവാൻ വേണ്ടിയിട്ട്, ഫെയിം കിട്ടി, ടാലന്റ് എക്സ്പോസ് ചെയ്ത ആൾക്കാർ സിനിമയിലേക്ക് വിളിക്കുന്നുള്ള പ്രതീക്ഷയോടുകൂടി വന്നായിരിക്കും. ചേച്ചിക്ക് ഞാനിപ്പോ എങ്ങനെ പറഞ്ഞിരുന്നു, ചേച്ചിക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളൊരു ലെറ്റ്സ് ഫെയിം ആവാനാണ് ബിഗ് ബോസ് വന്നത്. കുറച്ച് സിനിമ അല്ലെങ്കിൽ സാമ്പത്തികമായി കുറച്ച് നേട്ടങ്ങൾ, ഉദ്ഘാടനങ്ങൾ ഇതൊക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പുള്ളിക്കാരത്തെ അവിടെ വന്ന് നിൽക്കുന്നതെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടണ്ടേ. ഇപ്പൊ ഫേക്ക് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് അറിയാത്തൊരു മനുഷ്യരുമില്ല. എല്ലാ ജനങ്ങൾക്കും അറിയാം പുള്ളിക്കാരത്തെ അതല്ല, ക്യാരക്ടർ പിടിച്ചേക്കുവാണെന്ന്. അപ്പൊ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ പിന്നെ അതിനകത്ത് നിൽക്കുന്നില്ല, എന്താ അർത്ഥം? അപ്പൊ ആ ഷോയിനോട് കാണിക്കേണ്ട ജസ്റ്റിസ് അത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് പുള്ളിക്കാരത്തേക്ക് ആ ഷോ പറ്റിയതല്ല. വല്ല വേറെ ഏതെങ്കിലും ആക്ടിങ് റിയാലിറ്റി ഷോയിൽ പോയി കുറച്ച് മുഖമൊക്കെ ഫേമസ് ആക്കിയിട്ട് സിനിമയൊക്കെ ചെയ്ത് അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ പോകണം. എനിക്ക് തെറ്റിപ്പോയി.
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേറൊരു കഥാനായകനായിരുന്നു നമ്മുടെ കാറിനകത്തൊക്കെ ഇരുന്നുകൊണ്ട് ഈ ബിഗ് ബോസിനെ കുറിച്ച് മറ്റുള്ള കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് ഒരുപാട് വാദോരാതെ സംസാരിച്ചു. എനിക്കൊരു അവസരം തരൂ, ഞാൻ ഇപ്പം ശരിയാക്കി തരും, ബിഗ് ബോസിൽ എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നൊരു വ്യക്തിയായിരുന്നു സീക്രട്ട് ഏജന്റ് സായി. അപ്പൊ പുള്ളി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടോ എന്ന് നമ്മൾ ഒന്ന് നോക്കണം, നല്ല രീതിയിൽ ഒന്ന് നോക്കണം. അതാണ് പുള്ളിയുടെ അവസ്ഥ. സംഭവം ഞാൻ പറഞ്ഞു തരട്ടെ. ഞങ്ങള് ഒരുമിച്ചില്ലേ കയറിയാൻ, അപ്പൊ ഞങ്ങൾ ഭയങ്കര കമ്പനിയായിരുന്നു. ഞാൻ അവനൊത്തിരി സംസാരിക്കുമായിരുന്നു. അപ്പം എനിക്കൊന്ന് ഞാൻ പോയാൽ എന്തെങ്കിലും ഇച്ചിരി വിഷമം തോന്നിയത് ചെറുക്കൻ അവനായിരിക്കും. അപ്പം സായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സായി കയറി വന്നപ്പോൾ സായിക്ക് ഒരു ഫയർ ഉണ്ടായിരുന്നു, തൂക്കി അടിക്കാം എന്നൊക്കെ ഉള്ള പ്ലാനൊക്കെ ആയിരുന്നു. പിന്നെ അവൻ ആ പ്ലാനൊക്കെ ചവിട്ടി. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അവൻ പതുക്കെ അങ്ങ് കാമായി, അവൻ സൂക്ഷിച്ച് കളിക്കാം എന്നുള്ളൊരു പതുക്കെ അവൻ അണഞ്ഞ് എന്തെങ്കിലുമൊക്കെ പിന്നെ ചെയ്യാം അല്ലെങ്കിൽ പതുക്കെ അടിക്കാന്നൊക്കെ പറഞ്ഞവൻ പ്ലാൻ ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് അടി കിട്ടുന്നവൻ കണ്ടത്. പേടിച്ചു, സത്യം പറഞ്ഞവൻ പേടിച്ചു, ഉറപ്പായിട്ടും പേടിച്ചു. ബിക്കോസ് എനിക്ക് കിട്ടിയ അടി കണ്ടപ്പോ അവൻ എന്നെ വിളിച്ചിട്ട് അടുത്ത ആഴ്ച വിട്ട് ടാസ്ക് ചെയ്യാൻ ഫുഡ് കഴിക്കാൻ കിടന്നുറങ്ങുക, ടാസ്ക് ചെയ്യാൻ ഫുഡ് കഴിക്കാൻ കിടന്നുറങ്ങുക. അവൻ ടാസ്ക് ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യും. അത്രേ ഉള്ളു. എന്നെ അളിയാ ഞാൻ ഇല്ല ഈ പരിപാടിക്ക്, അങ്ങനെ സംഭവിച്ചാണ്. പിന്നെ ഞാൻ ആലോചിക്കുന്നത് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത് അവനാ. കാരണം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, സായി കൃഷ്ണ വേറൊരാള്, സീക്രട്ട് ഏജന്റ് വേറൊരാള്, അങ്ങനെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഇത് റെസ്ലിംഗ് ഒന്നും അല്ലല്ലോ, രണ്ട് പേഴ്സണാലിറ്റി പിടിക്കാൻ വേണ്ടി. ഇതൊരു എന്താ പറയുക, റിയൽ പരിപാടിയാണല്ലോ. അപ്പൊ അവനെ ഏറ്റവും കൂടുതൽ ഇപ്പൊ വിമർശിക്കുന്നവന്റെ ഭാര്യയാണ് തോന്നുന്നു. എല്ലാ ദിവസവും വീഡിയോ ബിഗ് ബോസ് ഡേ 47 സായി കൃഷ്ണ, നീ എന്ത് തേങ്ങയാണ് അവിടെ നിന്ന് ചെയ്യുന്നത്, ഭാര്യ നീ എന്ത് തേങ്ങയാണ് അവിടെ നിന്ന് ചെയ്യുന്നത്. അപ്പൊ ആ ലെവലിലോട്ട് അവരെത്തി. ഇനി അവൻ വെളിയിറങ്ങിയിട്ട് കാറിൽ ഇരുന്നിട്ട് സിനിമ നിരൂപണമൊക്കെ നടന്നു ആലോചിച്ച് നോക്ക്. താഴെയായിട്ട് മൊത്തം കമന്റുകളായിരിക്കും. പറയില്ലേ എന്ത് സിനിമയാണെന്നൊക്കെ നീ പാഴായിറക്കാന്നല്ല. പാവ കേട്ടോ, എനിക്ക് സങ്കടം ഉണ്ടോ എന്നെ ആലോചിക്കുമ്പോ. ഓക്കെ, ബിഗ് ബോസിനകത്ത് ഇപ്പൊ ഉള്ള കണ്ടസ്റ്റന്റുകളിൽ ചേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണ്? ജിൻഡോ ചേട്ടൻ. അതിലൊരു മാറ്റമില്ല, ജിൻഡോനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാര്യം ജിൻഡോ ഏട്ടൻ ഭയങ്കര കിടിലൻ ഗെയിമറാണ്. ദ സെയിം ടൈം പുള്ളി നല്ലതാണ്. പുള്ളി പെർഫെക്റ്റ് അല്ല. ഓക്കെ, nobody is perfect, nothing is perfect. ആ ഇംപെർഫെക്ഷൻസ് ഉണ്ട്. വെളിയിൽ പുള്ളിയുടെ കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല, പുള്ളിയുടെ പേഴ്സണൽ ലൈഫ്. ബട്ട് ഇൻസൈഡ് ദ ഹൗസ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് വർത്താനം പറഞ്ഞതിൽ എന്താണ് ഗെയിം എന്നും എന്താണ് ആത്മാർത്ഥമെന്നും എനിക്ക് കൃത്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റി. അയാൾ എന്നോട് പറഞ്ഞ പല കാര്യങ്ങളും ഗെയിമിന് വേണ്ടിയിട്ടായിരുന്നു, അയാൾ എന്നോട് പറഞ്ഞ പല കാര്യങ്ങളും ആത്മാർത്ഥമായിട്ടായിരുന്നു. ഇത് രണ്ടും എനിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റി. സോ അതുകൊണ്ട് എനിക്ക് അവിടെ എപ്പോഴും ഒരു പെട്ടെന്ന് ജിൻഡു ചേട്ടന്റെ പേര് വരുള്ളൂ. പിന്നെ അൻസിബ ആണെങ്കിലും ഋഷി ആണെങ്കിലും എനിക്ക് ആ കണക്ഷൻ ഉണ്ട്. അൻസിബ ഭയങ്കര റിയൽ ആണ്. അൻസിബ ക്ലാസ് ഉള്ളൊരു ഗെയിമറാണ്. ക്ലാസ്, എനിക്കൊന്നും ക്ലാസ് ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെ പറയും. ഞാൻ തറയാവേണ്ടത് ഞാൻ കച്ചക്കൂത തറയാവും. പക്ഷെ അൻസിബ അങ്ങനെയൊന്നുമില്ല. അൻസിബ ഒരു ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്യും. സംസാരിക്കുന്നിടത്താണെങ്കിലും ദേഷ്യപ്പെടുന്നിടത്താണെങ്കിലും സങ്കടപ്പെടുന്നിടത്താണ് ഷി മെയിൻറ്റെയിൻസ് എ ക്ലാസ്. അങ്ങനെ ചെയ്തു പോകുന്ന ഒരാളാണ് അൻസിബ. അൻസിബയും സംസാരിച്ചപ്പോൾ ആത്മാർത്ഥമായിട്ടാണ്. ഞാൻ അൻസിബയുമാണ്. രണ്ടാമത്തെ ദിവസം ചെറിയൊരു തർക്കം ഉണ്ടായി. ആൻഡ് പുള്ളിക്കാർക്ക് റിഗ്രറ്റ് ചെയ്തു. ഫോളോയിങ് ഡേയ്സ് പുള്ളി പറഞ്ഞു, ഞങ്ങൾ മറ്റേ ഡാൻസ് റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നോടൊന്ന് പറഞ്ഞു, വിഷുവിന്റെ ബ്രോ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ ചെന്ന് പറ്റി, ഞാൻ നിങ്ങളോടാണല്ലോ ഫസ്റ്റ് ഡേ തല്ലുകൂടിയത്, എനിക്കറിയില്ല, സാരല്ലേ ഇത് ഉള്ളതല്ലേ വിട്ടേക്കെന്ന് പറഞ്ഞു. സോ ആ ജെന്യൂനിറ്റി ഉള്ള ആളാണ്. പിന്നെ ഋഷിയും അവൻ ഭയങ്കര ഇമോഷണൽ ബോണ്ടുള്ള ഒരു ചെക്കനാണ്. അവൻ അണ്ണാന്നാണ് എന്നെ വിളിക്കുന്നത്. ആ അണ്ണാന്ന് വിളിക്കുന്നതിൽ ആത്മാർത്ഥതയുണ്ട്. നമുക്ക് ഈ തിരുവനന്തപുരംകാരൊക്കെ സംബന്ധിച്ചിടത്തോളം അണ്ണാന്ന് വിളിക്കുമ്പോ ആ ഒരു ബോണ്ട് കുറച്ചും കൂടി ഞങ്ങള് അണ്ണ. അതെ, അവനും ഈ 3 പേരാണ് എനിക്ക്. പ്രത്യേകിച്ച് വേറെ എനിക്ക് അതിനകത്ത് ആലോചിച്ചിട്ട് എനിക്ക് ഒരു മനുഷ്യരോടും ഒരു ബന്ധം തോന്നില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ മെയിൻ സാധനത്തിലേക്കും കൂടി വരാം. നമ്മുടെ കാലേ വാരി നിലത്തടിക്കുക. ഇനി ഞാൻ കാലേവാരി നിലത്തടിക്കുന്നു പറയാം, നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? ഞാൻ പറയും കാലേവാരി നിലത്തടിക്കുന്നു പറയും. അത് ഞാൻ പറഞ്ഞല്ലോ, അത് അവിടെ വന്നത് വേറെ രീതിയിലാണ്. പക്ഷെ നിങ്ങൾക്കൊക്കെ കണ്ട എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഞാൻ ഈ എല്ലാ സാഹചര്യത്തിലും ഞാനുണ്ട്. അതായത് റസ്മിൻ വന്ന് പറയുമ്പോൾ ഞാൻ അടുത്തിരിപ്പുണ്ട്. ജാസ്മിനെ വെറുതെ വിടണം ജിൻഡോ ഏട്ടാ. അപ്പൊ ജിൻഡോ ഏട്ടൻ പറഞ്ഞു, ഓക്കെ ശരി ഞാൻ വെറുതെ വിട്ടേക്കാം, പക്ഷെ ഇനി എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് നീ അതിന്റെ ഇടയിൽ വരരുത് പറഞ്ഞു. അത് കഴിഞ്ഞ് ജാസ്മിൻ രാവിലെ തൊട്ട് ജിൻഡോ ചേട്ടൻ പറയുകയാണ്, കേട്ടോ കളവ ജിൻഡോ എന്നൊക്കെ പറഞ്ഞ് ശല്യം ചെയ്തപ്പോ ഞാൻ ജിൻഡോന്റെ അടുത്ത് പറഞ്ഞത്, ജിൻഡോ ഏട്ടാ നിങ്ങൾ റസ്മിനോട് പോയി പറ,
ഇനി ഇങ്ങനെ അലമ്പ് കാണിച്ചു കഴിഞ്ഞാൽ അവളെ ഞാൻ കാലേ വരെ തറയടിക്കുമെന്ന് പറഞ്ഞേക്കുന്നു. പക്ഷെ അത് അവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചല്ലേ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇനി എന്താണ് നടക്കാൻ പോകണമെന്ന് അറിയാനുള്ള കഴിവുള്ള ആളാണെങ്കിൽ ഞാൻ ഈ ബിഗ് ബോസിലെല്ലാം വരൂ. ഞാൻ വല്ല മലയുടെ മേളിൽ പോയിരുന്നിട്ട് നല്ല പൈസ മേടിച്ചിട്ട് ഞാൻ പ്രവചനം നടത്തൂലേ. അതായത് അവര് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞത് തലേ ദിവസം രാവിലെ തൊട്ടടുത്ത ദിവസം ജിൻഡോ ക്യാപ്റ്റനായി ബാഡ്ജ് കുത്തി എന്നെ പവർ ഹൗസിലേക്ക് സെലക്ട് ചെയ്യും. അതിനുശേഷം ജിൻഡോട്ടൻ മേളി വന്നിട്ട് ഞങ്ങൾ ഇത് പറയണം, അതിനെ ജാസ്മിൻ കൗണ്ടർ ചെയ്യണം, അപ്പൊ ജിൻഡോ ഇത് പറയണം. ഇത്രയും സാധനം പ്ലാൻ ചെയ്യാൻ ഞാൻ ആര്? അല്ല ഇതൊക്കെ നടക്കുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ ഞാൻ ആര്? ഇത്രയും ഈ ഒരു ഇൻസിഡന്റിനെയാണ് ഈ ഒറ്റ വീറ്റിയിൽ വളച്ചൊടിച്ചത്. അതെ, ഒറ്റ വീറ്റിയിൽ ഒരു വീഡിയോ നമുക്കൊരു വീറ്റ് കാണാം. എന്ത് വീഡിയോ കണ്ടതോടുകൂടി സന്തോഷമായി സമാധാനമായി. വീഡിയോ കണ്ടതോടുകൂടി സീൻ മാറി. സിബിൻ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെയായി. എന്നിട്ട് ഒരു അടിവരെ ഇട്ട് കൊടുത്തല്ലോ, ശിക്ഷ കൊടുത്തോ. ഓക്കെ, ഇവളക്കാര് എന്നെ ശിക്ഷിക്കാൻ. ഓക്കെ, ഇപ്പൊ നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ ഇനിയിപ്പം ഇല്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആരായിരിക്കും? ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റന്റ്? അതെ, മുന്നേ പറഞ്ഞിരുന്നു അവിടെ 3 പേരെ എനിക്ക് ഇഷ്ടം, ബാക്കി ആരുമായിട്ട് അവർ എനിക്ക് ഇഷ്ടക്കുറവൊന്നും അങ്ങനെ ആരെയില്ല അങ്ങനെ. പക്ഷെ അവിടെ ഈ എന്താ പറയാ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളത് നോറയാണ്. ഓക്കെ, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ഇതുപോലെ ഇറിറ്റേറ്റിംഗ് ഒരു നമ്മൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ നടക്കുമ്പോൾ ഒരു 5 നോറ ഇറക്കി വിട്ടാൽ നോറെ കൊണ്ട് ഈ പാറ്റൻ ടാങ്ക് ഒക്കെ ഓടിക്കുന്നവന്മാരെ ഫ്രണ്ടിൽ നോറ നിർത്തിയിട്ട് നോറ സംസാരിച്ചെന്ന് പറയാം. അപ്പൊ തന്നെ അവന്മാര് പാറ്റൻ ടാങ്കിന്നൊക്കെ ഇറങ്ങി ഓടിക്കോളാം. അമ്മ അത് ഇറിറ്റേറ്റിംഗ് ആണ് നോറ. പിന്നെ ശബ്ദം ഹൈ ഫ്രീക്വൻസി സൗണ്ട്. സോ ഷീസ് ഇറിറ്റേറ്റിംഗ്, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ നോറയായിട്ട് വള്ളി എടുത്തിട്ടില്ല. ശ്രദ്ധിച്ചത്, ഞാൻ ഇതുവരെ നോറയായിട്ട് ഒരു ഫൈറ്റിന് പോയിട്ടില്ല. കാര്യം എന്താണെന്നറിയോ, അത് ഇറിറ്റേറ്റിംഗ് ആണ്. നമ്മൾ അത് ആ ലെവലിലേക്ക് പോകണം, അത് താല്പര്യമില്ല. പിന്നെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെ ആരും, പക്ഷെ എനിക്ക് ഇഷ്ടം പോയ ഒരാളുണ്ട്, അപ്സര. അപ്സര എന്തുകൊണ്ടാ? എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നു അപ്സരനെ, ഷോയി വരുന്നവരെ. ഷോയി വന്നപ്പോ എനിക്ക് അപ്സര ഇഷ്ടമല്ലാണ്ടായി. കാരണം എനിക്ക് അപ്സരയുടെ സ്വഭാവം മനസ്സിലായി. ഇതുവരെയും എനിക്ക് അപ്സരയുടെ സ്വഭാവം അറിയില്ലായിരുന്നു. എനിക്ക് അപ്സരയുടെ ക്യാരക്ടറിനെ ഒരിക്കലും എങ്ങനെയാണെന്നും എനിക്കറിയാം. എനിക്ക് അപ്സരയുടെ ബിഹേവിയർ അറിയായിരുന്നു. അപ്സര എന്നോട് പെരുമാറുന്ന വെച്ചിട്ടാണല്ലോ ഞാൻ അപ്സരയോട്. നേരെ കുറച്ച് അവിടെ വന്നപ്പോ എനിക്ക് പുള്ളിക്കാരത്തിന്റെ സ്വഭാവം മനസ്സിലായി. കാര്യം ഞാൻ എപ്പിസോഡൊക്കെ കണ്ടു, ലാലേട്ടൻ എന്നെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഫയർ ചെയ്യുന്ന സമയത്ത് അപ്സര കൈയടിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ അപ്സരയുടെ ഒരു പ്രശ്നമില്ല, പിന്നെ എന്തിനാ അപ്സര കൈയടിക്കണം? ഞാൻ അപ്സരയുടെ ഒരു പ്രശ്നമില്ല, പിന്നെ എന്തിനാ എന്നെ ചീത്ത പറയുമ്പോൾ, ജാസ്മിന്റെ കാര്യത്തിൽ എന്നെ ലാൽ സാർ ഇങ്ങനെ പറയുമ്പോൾ, താങ്കൾക്ക് ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാ അപ്സര കൈയടിക്കണം? അതൊരാളുടെ ക്യാരക്ടർ. അതായത് നിങ്ങൾക്ക് മത്സരിച്ച് ജയിക്കാം, മറ്റൊരാളുടെ നെഞ്ചത്ത് ചവിട്ടി ജയിക്കുക എന്ന് ചിന്തിക്കുന്നത് വളരെ തെറ്റാണ്. അതിപ്പോ ഞാൻ പുറത്തും പറയാനുണ്ട്, അപ്സരയുടെ ഹസ്ബൻഡും ചെയ്യുന്ന ആ പരിപാടിയാണ്. അപ്സരയുടെ ഹസ്ബൻഡിന് അപ്സരയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് അപ്സരയുടെ ഹസ്ബൻഡിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റുകൾ എടുത്ത് മാറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇറങ്ങിയപ്പോ എന്റെ ഫ്രണ്ട്സ് കാണിച്ചു, ഞാൻ കണ്ടത് പുള്ളി എന്നെ ഡീഗ്രേഡ് ചെയ്തിട്ടാണ് അവിടെ അപ്സരയ്ക്ക് വോട്ട് പിടിക്കുന്നത്. എന്തിനാണ് അതിന്റെ ആവശ്യം? അതായത് എന്റെ സ്വഭാവം ശരിയല്ല, പുറത്ത് വെച്ച് ഇവൻ ഇങ്ങനെ അങ്ങനെയൊക്കെ എഴുതിയിട്ട് എന്നെ വെച്ചിട്ടാണ് അപ്സരയ്ക്ക് വോട്ട് പിടിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല. സഹോദര, നിങ്ങളുടെ ഭാര്യ വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് കിട്ടി ജയിച്ചു പോകും. അല്ലാതെ മറ്റൊരാളെ ചവിട്ടി ജയിക്കേണ്ട കാര്യമില്ലല്ലോ. അത് തന്നെയാണ് അപ്സര അവിടെയും കളിക്കുന്ന ഗെയിം. അപ്സര കഷ്ടപ്പെട്ട് ടാസ്ക് ചെയ്ത് ജയിച്ചു വരുന്നതിനേക്കാൾ കൂടുതൽ ബാക്കിയുള്ളവരെ ചവിട്ടി ബാക്കിയുള്ളവരെ നശിക്കുന്നത് കണ്ട് വളരാനാണ്, മുമ്പിലോട്ട് വരാനാണ് നോക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോയി അപ്സര അടുത്തുള്ള. ഓക്കെ, ഇനിയിപ്പോ നമ്മള് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് ചേട്ടൻ പറയാൻ വേണ്ടി വെച്ചിരുന്നു, എന്നാൽ പറയാൻ പറ്റാണ്ട് പോയ ആ ഒരു ലൈഫ് സ്റ്റോറി നമുക്ക് വേണ്ടി ഒന്ന് പറയാം. എന്റെ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ പറയണം കേട്ടോ. നമുക്ക് ഷോർട്ട് ആയിട്ട് വളരെയധികം ചുരുക്കി പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പോവാം. ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചത് ഒരു സാധാരണ ഒരു ചെറിയ കുടുംബത്തിലാണ്. എന്റെ പപ്പ ആ സമയത്ത് ജനിച്ച സമയത്ത് അത്യാവശ്യം കാശൊക്കെ ഉള്ള ഒരാളായിരുന്നു. പക്ഷെ ഗ്രാജുവലി ഞങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര തകർച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ തകർച്ചയായി പോയി. പപ്പയുടെ ജോലി പോയി, നാട്ടിൽ വന്ന് നിൽക്കുന്നു. പക്ഷെ ഞാനൊരു മത്സ്യത്തൊഴിലാളി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. എന്റെ അമ്മുമ്മ മീൻ വിൽക്കുന്ന ആളും എന്റെ അപ്പൂപ്പ മീൻ പിടിക്കുന്ന ആളുമായിരുന്നു. അപ്പൊ കടലിൽ പോയി മീൻ പിടിച്ചുകൊണ്ട് വരുന്നു, അമ്മമ്മ മീൻ വിൽക്കുന്നു. ആ റവന്യൂവിൽ ഞങ്ങൾ കുറെ കാലം ജീവിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ അമ്മൂമ്മയൊക്കെ കഷ്ടപ്പെട്ട് വരുന്ന കാശിലാണ്, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 7th 8th ആ കാലഘട്ടത്തിലൊക്കെ എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നത്. മമ്മി ജോലിക്ക് പോകത്തില്ലായിരുന്ന സമയത്ത്
പപ്പയുടെ ജോലി പോയ സാഹചര്യത്തിലാണ്. പിന്നെ പപ്പ ഒത്തിരി കാശൊക്കെ ഉണ്ടാക്കി വീടൊക്കെ കെട്ടി ഞങ്ങൾ സെറ്റിലാക്കി. സ്വന്തമായിട്ട് പപ്പ വീടൊക്കെ വെച്ചു. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ പപ്പ ചെയ്തിട്ടാണ് നമ്മൾ ഫിനാൻഷ്യലി തകരുന്നത്. അപ്പോ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനൊരു 9th ഒക്കെ എത്തിയപ്പം എനിക്ക് മനസ്സിലായി, 8ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ വീട്ടിൽ പൈസ ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അത് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വീട്ടിൽ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. ഇപ്പം ടൂർ പോകണമെങ്കിൽ ഞാൻ പോയിട്ട് പൈസ വയ്ക്കാറില്ല. ഡ്രസ്സ്, എന്റെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാറില്ല. ഞങ്ങളുടെ അവിടെ നമ്മളുടെ നാട്ടിലൊരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ്, പള്ളിപ്പെരുന്നാൾ, ബർത്ത്ഡേ 3 പ്രാവശ്യം ഡ്രസ്സ് എടുക്കുള്ളൂ. ഞാൻ എപ്പോഴൊന്നും വാശി പിടിക്കൂല. കാശ് ആരെങ്കിലും ഒക്കെ തരും, അങ്കിളോ ആന്റിയോ അങ്ങനെയൊക്കെ തന്നാ പോയി 1000 രൂപയ്ക്ക് പാന്റ്, ഷർട്ട്, ഷൂസ് 3 മേടിക്കും KSRTC കോംപ്ലക്സിൽ. അപ്പൊ അങ്ങനെയായിരുന്നു ലൈഫ്. പിന്നെ ഒരു 9th 10th ഒക്കെ ആയപ്പോൾ കാറ്ററിംഗ് സർവീസിനൊക്കെ പോകാൻ തുടങ്ങി. അന്ന് ഡാൻസ് കളിക്കും. ഡാൻസ് ഭയങ്കര പാഷനേറ്റ് പരിപാടിയാണ്. എന്ത് ചെയ്തില്ലെങ്കിലും ഞാൻ ഡാൻസ് ചെയ്യാൻ പോകും. ഡാൻസ് ഷോയ്ക്ക് പോകും, പരിപാടി ചെയ്യും. കാശൊന്നും കിട്ടില്ല. 3 പൊറോട്ട ഗ്രേവി, ഇതാണ് അന്നത്തെ കൂലി. ഇത് തരും, അത് കഴിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, വരുന്നു. സോഡ, ഇഷ്ടം പോലെ സോഡ കിട്ടും, സോഡ കുടിക്കുന്നു. അങ്ങനെ ഒരു സ്റ്റേജിൽ ഞങ്ങൾ 15 ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട്. ഒറ്റ സ്റ്റേജിൽ 15 ഡാൻസ്. കയറുന്നു, ഡാൻസ് കളിക്കുന്നു, വെളിയിറങ്ങുന്നു, ടീഷർട്ട് മാറി അടുത്ത ടീഷർട്ട് ഇടും, പാന്റ് മാറ്റില്ല, ഒരേ പാന്റ് തന്നെ ആയിരിക്കും. അങ്ങനെ ചെയ്താണ് ഒരു +1 ഒക്കെ എത്തിയ സമയത്താണ് എന്റെ വോഡഫോൺ തകതിമി എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ ഒരു റിയാലിറ്റി ഷോ ഓഡിഷൻ കൊടുത്തു. സെലക്ഷൻ കിട്ടി. ഓഡിഷൻ കൊടുത്തതൊക്കെ ഭയങ്കര കോമഡി കഥയായിരുന്നു. അത് ഭയങ്കര പ്രൊഫഷണൽസിന്റെ ഇടയിലൊക്കെ നിന്നിട്ട് ഇത് വേണോ, വീട്ടിൽ പോവാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇല്ല, അങ്ങനെ നിന്ന് ഞങ്ങൾ കൊടുത്തു. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഞങ്ങൾ അങ്ങനെ നിന്ന് കൊടുത്തു. എനിക്ക് സെലക്ഷൻ കിട്ടി. അവിടെ നിന്നാണ് ഒരു ലൈഫ് ഫസ്റ്റ് ചേഞ്ച്. അതിനുശേഷം ഏഷ്യാനെറ്റ് കാരണം തന്നെ എനിക്ക് ഒത്തിരി ഷോസ് ഒക്കെ കിട്ടാൻ തുടങ്ങി, കാശ് തരാൻ തുടങ്ങി കയ്യിലേക്ക്. പക്ഷെ അപ്പോഴും എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്ത കാശ് എന്റെ അമ്മൂമ്മയുടെ കൈ കൊണ്ട് കൊടുക്കണം, 200 രൂപയെങ്കിലും കൊടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം. നടന്നില്ല. അമ്മ അതിന് പിന്നെ മരിച്ചുപോയി. അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചതിന്റെ 2ാമത്തെ മാസം അപ്പനും മരിച്ചുപോയി. അപ്പോഴേക്കും പപ്പ ഒന്ന് സെറ്റിൽ ഡൗൺ ആയി. പപ്പ ഒന്ന് നൈസായിട്ട് വേറെ അവിടെ നമ്മുടെ VSSC എന്ന് പറഞ്ഞ വീടിന്റെ അടുത്തൊരു പരിപാടി ഉണ്ട്, അവിടെ പപ്പ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. ചെറിയ വരുമാനമൊക്കെ വീട്ടിൽ വന്നു തുടങ്ങി. ഞങ്ങൾ കുഴപ്പമില്ലാതെ വന്നു. പിന്നെ എന്റെ വരുമാനവും എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കാൻ തുടങ്ങി. ഞാൻ വീട്ടിൽ വന്ന് കാശൊന്നും കൊടുക്കില്ല, പക്ഷെ എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കാൻ തുടങ്ങി. അങ്ങനെ ജീവിതം പതുക്കെ കൈ മുന്നോട്ട് പോകുന്നു, തെറ്റില്ലാതെ പോകുന്നു. കൊറിയോഗ്രാഫി ചെയ്യുന്നു, ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു, കാറ്ററിംഗ് സർവീസിന് പോകുന്നു, പ്ലംബിങ്ങിന് പോകുന്നു. ഇങ്ങനെ എല്ലാ പണിയും എടുത്തിട്ടുണ്ട് ലൈഫിൽ. പിന്നെ എന്താ, പടത്തിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നു, അസിസ്റ്റന്റ് കൊറിയോഗ്രാഫർ ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നു. ഒരു സമയത്തൊരു ഡാൻസ് ക്ലാസ്സിലേക്ക് എത്തുന്നു ഞാൻ. അവിടെ സജന നജാം എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. വിക്രമാദിത്യന്റെ കൊറിയോഗ്രാഫിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സജന ചേച്ചിയുടെ അടുത്തെത്തുന്നു. ചേച്ചിയുടെ അടുത്ത് നിന്നിട്ടാണ് ആക്ച്വലി എനിക്ക് കുറച്ചുകൂടെ വലിയ എക്സ്പോഷർ കിട്ടുന്നത്. കുറച്ചുകൂടെ സെലിബ്രിറ്റീസിനെ കാണുന്നു, സെലിബ്രിറ്റീസിനെ പഠിപ്പിക്കാൻ പോകുന്നു, അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നു. ഇനി ഞാൻ ലാൽ സാറിന്റെ പുറകെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ ലാൽ സാർ എന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ലാൽ സാർ നടന്നു വരുമ്പോൾ ലാൽ സാറിന്റെ ബാക്കിൽ നിന്ന് ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. പിന്നെ എന്താ, ലാൽ സാർ പിന്നെ ഞാൻ ബിഗ് ബോസിൽ ലാൽ സാറിന്റെ പേര് വിളിക്കുന്നു. അപ്പം അതെനിക്ക് സംബന്ധിച്ചിടത്തോളം ഒരു ലൈഫിലൊരു ഗ്രാഫാണ്. അങ്ങനെ ഷോസ് ഒക്കെ ചെയ്ത് വന്ന് പാട്ട് മിക്സ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ DJ ആയി ഷോയൊക്കെ ചെയ്ത് പെർഫോം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റേജിൽ കയറി ഇങ്ങനെ തുള്ളിച്ചാടാനും പരിപാടിയൊക്കെ ആയപ്പോ ആര്യാണ് ഈ സ്റ്റാർട്ട് മ്യൂസിക്കിൽ ഉണ്ടായിരുന്ന ഒരു DJ മാറി ഒരു DJ അവർ അന്വേഷിക്കുന്നു. അങ്ങനെ ആര്യ എന്റെ പേര് പറയുന്നു. അങ്ങനെ ഒരു ഇന്റർവ്യൂ വെക്കുന്നു, ഓഡിഷൻ. ഏഷ്യാനെറ്റിൽ എല്ലാവരും ഉണ്ട്. ഇപ്പോഴാരൊക്കെ ഉണ്ട് അവരൊക്കെ തന്നെയാണ് അന്നും. ഞാൻ അതാ പറയുന്നത്, അവരെന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. അവർ ആ മീറ്റിംഗിൽ ഇരുന്നിട്ട് അവരെന്നെ മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ഫിക്സ് ചെയ്യുന്നു. മനസ്സില്ലാ മനസ്സോടെയാണ് ഫിക്സ് ചെയ്യുന്നത്, വേറെ ആളെ കിട്ടാത്തോണ്ടായിരിക്കും. പക്ഷെ അവർ തെരഞ്ഞെടുക്കൽ തെറ്റിയില്ല എന്ന് പ്രൂവ് ചെയ്യുന്ന പോലെ എന്റെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ട് മ്യൂസിക് വരുന്നു, ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയാണ് അത്യാവശ്യം ഷോസും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ കുറെ സിനിമകളൊക്കെ ഞാൻ ചെയ്തു. ഒരു 10-40 അടുത്ത സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കൊറിയോഗ്രാഫർ, അസിസ്റ്റന്റ് കൊറിയോഗ്രാഫർ ആയിട്ടും കൊറിയോഗ്രാഫറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, 1-2 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ടീച്ചർ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതെന്റെ സുഹൃത്തിന്റെ സിനിമയാണ്, വിവേക് തോമസ് എന്ന് പറഞ്ഞ പുള്ളി ഡയറക്ട് ചെയ്ത പടമാണ് ടീച്ചർ. നമ്മുടെ അമല പോൾ അഭിനയിച്ച അതിനകത്ത് ഒരു ചെറിയ കുഞ്ഞു റോൾ അദ്ദേഹം എന്നെ വിളിച്ച് ചെയ്യിപ്പിച്ചു. അങ്ങനെ ചെറിയ രീതിയിൽ ആ പരിപാടിയും ചെയ്യുന്നു. സിനിമ പിന്നെയാണ് ഞാൻ ബിഗ് ബോസ് വരുന്നത് കേട്ടോ. സ്റ്റാർട്ട് മ്യൂസിക് വഴി ഈ പറഞ്ഞ കൊറിയോഗ്രാഫി കാര്യങ്ങളൊക്കെ ചെയ്ത് സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്ന സമയത്താണ് ബിഗ് ബോസിലേക്കുള്ള കോൾ കൺഫേം ആവുന്നത്, ബിഗ് ബോസിൽ വരുന്നത്. ഇതാണ് ചെറിയ രീതിയിലുള്ള എന്റെ സ്റ്റോറി. ഇനി അപ്പൊ സിനിമ എന്നാ വരുന്നേ? സിനിമ എന്ന് വേണോ വരാം. ഈ വർഷം വരണം. ഈ വർഷം വരും, ഉറപ്പാ?
ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷം ചെയ്യണമെന്ന് വിചാരിച്ചു നടന്നില്ല. ഈ വർഷം എന്തായാലും വരുത്തണം. കാരണം ബിഗ് ബോസ് കഴിഞ്ഞു, ഇനി അടുത്തത് പരിപാടി പിടിച്ചില്ലെങ്കിൽ വീണ്ടും പട്ടിണിയാവും നമ്മൾ. ഇപ്പൊ നമുക്ക് അത്യാവശ്യം നമ്മളെ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പം അവരെന്നെ ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സിനിമയൊക്കെ വന്ന് നോക്കാം, എങ്ങനെയാണ് അവരുടെ അക്സെപ്റ്റൻസ് നോക്കാം. എന്തായിട്ടാണ് അതും കൂടി പറ. ഡയറക്ട് ചെയ്യാനാണ് ഉദ്ദേശം. സൂപ്പർ. സിനിമ സംവിധാനം ചെയ്യാനാണ് ഉദ്ദേശം. എഴുതും ഞാൻ, എഴുത്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തം സ്ക്രിപ്റ്റിൽ തന്നെ ഫസ്റ്റ് മൂവി. അതെ. സൂപ്പർ. ഓക്കെ, അപ്പൊ നമ്മുടെ ആര്യയായിട്ടുള്ള ആ റിലേഷനെ പറ്റിയിട്ടും കൂടി പറയാലോ. ഞങ്ങള് ആര്യയും ഞാനും ഞാൻ സെപ്പറേറ്റഡ് ആണെന്ന് അറിയാലോ അല്ലെ, ഞാൻ പറഞ്ഞ. അപ്പം മുൻ ഭാര്യ എന്ന് പറയാൻ പറ്റൂല, ഞങ്ങൾ പിരിഞ്ഞ് താമസിക്കണം. അപ്പം എന്റെ നിയമപരമായിട്ടുള്ള ഭാര്യ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പുള്ളിക്കാരത്തിയും ആര്യയും ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിച്ചാണ്. അങ്ങനെ ഞങ്ങൾ ആര്യനെ ഞാൻ ഒരു ദിവസം ഒരു തിയേറ്ററിൽ വെച്ചാന്ന് തോന്നുന്നു പരിചയപ്പെടുന്നു. അങ്ങനെ പരിചയപ്പെട്ടുള്ള കമ്പനിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ പറഞ്ഞ നേരത്തെ സജന ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷോസ് ഒക്കെ ചെയ്യുമല്ലോ. ആ ഷോസിൽ ആര്യനെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാനായിരുന്നു ഷോസ് അന്ന് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ അന്ന് ആര്യയായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഞാൻ DJ ആയത് ആര്യ അറിയുന്നു. പിന്നെ നമ്മുടെ ഈ പറയുന്ന സ്റ്റാർ മ്യൂസിക്കിലേക്ക് ആര്യ എന്റെ പേര് പറയുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ വളരെ ഒരു ഫാമിലി പോലെയാണ് ഞങ്ങള്. ഏതൊരു പ്രശ്നം ഉണ്ടെങ്കിലും ആദ്യമായിട്ട് ഓടി ചെല്ലാനായിട്ട് പറ്റുന്ന ഒരു സുഹൃത്ത് എപ്പോഴും എല്ലാവർക്കും ഉള്ളത് ബെറ്റർ ആണ്. അങ്ങനെ ഒരു ഫ്രണ്ട് തന്നെയാണ്. പിന്നെ അത്രേ ഉള്ളൂ. പ്രശ്നം ഉണ്ടാവണമെന്നൊന്നുമില്ല. പ്രശ്നം എന്ന് പറഞ്ഞ വരും. എല്ലാം അപ്ഡേറ്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞല്ലോ മുൻ ഭാര്യ. ഓക്കെ, പുള്ളിക്കാരത്തി കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് ചേട്ടനെ പറ്റിയിട്ട് കുറെ അധികം ആരോപണങ്ങൾ ആരോപണങ്ങളൊക്കെ ചേട്ടനെ പറ്റിയിട്ട് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴും പുള്ളിക്കാരത്തി ഓക്കെ ഞങ്ങൾക്ക് ഓക്കെ, ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ സിബിനെ കുറിച്ച് പറയാനുണ്ട്. അല്ല, അവർക്ക് കുറെ കാര്യങ്ങൾ സിബിനെ കുറിച്ച് പറയാനുണ്ട് എന്നാണ് പറയാനുള്ളത്. ചേട്ടൻ എന്താ പറയാനുള്ളത് ഈ ഒരു കാര്യത്തിൽ? എന്റെ കൊച്ചിന്റെ അമ്മയല്ലേ, എന്തോ പറയാനാ, പാവം. എന്റെ കൊച്ചിന്റെ അമ്മയാണ്, അത് മാറില്ലല്ലോ. ഭാര്യ ആയാലും ഭാര്യ അല്ലേതായും ആവും, പക്ഷെ എന്റെ കൊച്ചിന്റെ അമ്മ ആവാതാവില്ല. സോ ഞാൻ പുള്ളിക്കാരത്തെ കുറിച്ച് ഒരക്ഷരം മോശമായി പറയില്ല. ഓക്കെ, പുള്ളിക്കാരത്തിനെ പറ്റി പറയണ്ടേ, ആരോപണങ്ങളെ പറ്റിയിട്ട്? പുള്ളിക്കാരത്തിന്റെ ആരോപണങ്ങളല്ലേ, അത് സ്വാഭാവികമല്ലേ. ഞങ്ങൾ രണ്ടുപേരും നല്ല കമ്പനിയുള്ള ആൾക്കാരാണ്. ഞങ്ങൾ പിരിയില്ല. ലവ് മാരേജ് ആയിരുന്നോ? ലവ് അറേഞ്ച്ഡ് മാരേജ്. ഓക്കെ, നിങ്ങൾ എങ്ങനെ കണ്ടുമുട്ടിയത്? എന്റെ ദൈവമേ, ഞാൻ പുള്ളിക്കാരത്തിന്റെ കോളേജിൽ കൊറിയോഗ്രാഫി ചെയ്യാൻ പോയപ്പോഴാണ് പുള്ളിക്കാരത്തിന്റെ കണ്ടത്. ഞാൻ കണ്ടിട്ടില്ല. അതിനുശേഷം ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച് ഫ്രണ്ട്സ് ആയി പരിചയപ്പെട്ടാണ്. അതിനുശേഷം മാരേജിലേക്ക് എത്തി. അങ്ങനെയൊക്കെ സംഭവിച്ചു. എന്താ കാരണം? എന്താ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ഡിവോഴ്സിന്, സെപ്പറേഷന്? ഞാൻ മോശക്കാരനായതുകൊണ്ടാണ്. ഓക്കെ, എല്ലാ കുറ്റങ്ങളും സ്വന്തമായിട്ട് ഞാൻ പുള്ളിക്കാരത്തിക്ക് പറ്റിയ ഒരാളല്ല ഞാൻ. അതുകൊണ്ട് പുള്ളിക്കാരത്തി തന്നെ വേണ്ടെന്ന് വെച്ചിട്ട് പോയി. ഓക്കെ, എപ്പോഴെങ്കിലും വിഷമം തോന്നാറുണ്ടോ? ഇല്ല. മോനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷമം വരാറുണ്ട്. മോനെ കാണാൻ പറ്റാറില്ല. അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും വിഷമമാണ്. ഈ നിമിഷവും അവനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷമമാണ്. ബാക്കി ഒരു കാര്യത്തിൽ എനിക്കൊരു വിഷമമില്ല. മോനെ എത്രയും പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ അടുത്തോട്ട് വരട്ടെ. ഞാൻ പറയട്ടെ, എനിക്ക് മുഴുവനായിട്ട് എനിക്ക് വേണ്ട. ലൈക്ക് ഫുൾ കസ്റ്റഡിയൻഷിപ്പ് എനിക്ക് വേണ്ട. കാണാനും ഇടപെടാനും സാധിച്ചാൽ മതി. അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതൊരു അച്ഛന്റെയും ഇതായിട്ടുള്ള ഒരു ആഗ്രഹം തന്നെയാണ്. ഓക്കെ, എന്തായാലും പെട്ടെന്ന് തന്നെ സിനിമയൊക്കെ പുറത്തേക്ക് വരട്ടെ. റിലീസായി അത് വളരെ വലിയൊരു സക്സസ് ആവട്ടെ. സിനിമാ ഫീൽഡിൽ തന്നെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ. എന്നിട്ട് നമുക്കൊക്കെ അവസരങ്ങൾ തരട്ടെ. ഇല്ല, പിന്നീട് വലിയ സ്റ്റാർ ഒക്കെ ആയതിനു ശേഷം നമുക്ക് ഇങ്ങനെ ഒന്നും ചോദിക്കാൻ പറ്റിയില്ലെങ്കിലോ. അപ്പൊ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇട്ട് വെക്കണോ? നടക്കട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ആൻഡ് താങ്ക്സ് ഫോർ യുവർ വാല്യുബിൾ ടൈം. അതെ, എനിക്ക് നിങ്ങളോട് ഒത്തിരി നന്ദിയുണ്ട്. ബിക്കോസ് എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് ഓടിയെത്തിയ നിങ്ങളാണ്. എന്റെ വീടെ കണ്ടുപിടിച്ചു, വീട്ടിലേക്ക് ആദ്യമായിട്ട് ഓടിയെത്തി. എന്റെ അച്ഛന്റെ കാര്യം നിങ്ങളാണെന്ന് തോന്നുന്നു എല്ലാവരും പറഞ്ഞത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട്, കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാത്രമേ ഞാൻ ഈ ഒരു പരിപാടി തന്നത്.
അതെ, ഞങ്ങൾക്കും അതിൽ വലിയൊരു സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ വന്നപ്പോഴാണ് നമുക്ക് അച്ഛൻ ഇങ്ങനെ പ്രശ്നമായി എന്നൊക്കെ നമ്മൾ അറിഞ്ഞത്. അപ്പൊ നമുക്കും എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയണ്ടായിരുന്നില്ല. അമ്മയെ വിളിച്ച സമയത്താണെങ്കിൽ നമ്മളിപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഇന്റർവ്യൂ ചോദിക്കുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഓക്കെ ശരി, നമ്മൾ അച്ഛന്റെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വെച്ചു. അതിനുശേഷം വീട്ടിൽ വരുന്ന സമയമാണ് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരുന്നത്. അപ്പോഴും നമ്മൾ പറഞ്ഞില്ല നമുക്കൊരു ഇന്റർവ്യൂ വേണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെ നമ്മൾ ചേട്ടൻ വരാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു. പിന്നെ നമ്മള് ആ ഒരു വഴിയെ അങ്ങ് വന്നു. ഞങ്ങൾ കയ്യോടെ തന്നെ എയർപോർട്ടിൽ നിന്ന് തന്നെ പിടിച്ചു. അതെ, താങ്ക് യു. എന്തായാലും താങ്ക് യു സോ മച്ച്. എല്ലാത്തിനും നന്ദി. ഓക്കെ, താങ്ക് യു ചേട്ടാ. താങ്ക് യു.